അപ്പോൾ നമ്മളിപ്പോൾ മലേഷ്യ ലങ്കാവി ട്രിപ്പിന് വന്നിട്ട് 5 ദിവസമായി. ഇപ്പം ഇന്ന് തിരിച്ചു പോവുകയാണ്. ലങ്കാവി എയർപോർട്ടിലാണ്. ട്രിപ്പ് കഴിഞ്ഞ് പോവാല്ലേ? എന്താണ് അവസ്ഥ പറയൂ. ട്രിപ്പ് അടിപൊളിയായിരുന്നു, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് മാത്രമല്ല, ആക്ച്വലി ഞങ്ങളുടെ രണ്ടാമത്തെ ട്രിപ്പാണ്. അവരുടെ കൂടെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ട്രിപ്പ് വൈബ്സ് ആയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഹൈദരാബാദ് ആയിരുന്നു. സെക്കൻഡ് വൺ ഇത് ലങ്കാവി മലേഷ്യ. വീൽ ചെയർ സബിനൊക്കെ തന്നെ ഞങ്ങൾ കൊണ്ട് ഒക്കെ ശരിയാക്കി തന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തത്തിൽ ഒരു ഹോംലി ഫീല്, നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും വളരെ ഇപ്പം അക്കോമഡേഷൻ ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, നമ്മുടേതായിട്ടുള്ള എല്ലാ സ്വകാര്യങ്ങളിൽ തുടങ്ങി എല്ലാവരും വ്യക്തിപരമായി തന്നെ കെയർ കിട്ടുന്ന ഒരു നല്ലൊരു അനുഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. ഓൾറെഡി ഐറ്റിനറി അയച്ചു തന്നപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയായിരുന്നു. ലൈക്ക് എല്ലാം നല്ല ബ്രീഫായിട്ടുള്ള ഐറ്റിനറി ആയിരുന്നു, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരുന്നു. പിന്നെ നമ്മളെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. ആ ഗ്രൂപ്പിൽ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ലൈക്ക് എന്താണ് നമ്മളിവിടെ തിരിക്കുന്നത്, കറക്റ്റ് ടൈം എന്തൊക്കെ എടുക്കണം, അതൊക്കെ നമ്മൾ ഇതിന് മുമ്പേ ട്രിപ്പൊക്കെ പോയിട്ടുണ്ട് ഓരോ പാക്കേജ് വെച്ചിട്ട്. പക്ഷെ അതിലൊന്നും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഭക്ഷണം അടിപൊളി ഭക്ഷണമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ട് അതിനെ കൊണ്ട് എന്തെങ്കിലും ട്രിപ്പിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടായോ? പ്രശ്നമുണ്ടായില്ല, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാനുള്ള ധൈര്യമൊക്കെ വന്നു കഴിഞ്ഞു. ഞാൻ അടുത്ത പോക്ക് സാധാ തായ്ലൻഡ്. പിന്നെ വേറൊരു മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ ഏത് ഗ്രൂപ്പാണെങ്കിലും ഇപ്പോൾ നമ്മൾ മലേഷ്യ എന്ന് കേൾക്കുന്നല്ലാതെ ലങ്കാവി അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു ട്രിപ്പ് ഞാൻ വളരെ റയറായിട്ടേ കേൾക്കാറുണ്ട്. ഇതിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലങ്കാവിയും കൂടി ആഡ് ചെയ്തിട്ട് 4 നൈറ്റ് ഈ ഒരു ഫെയറിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു ഫെയറാണ്. നമ്മൾ മലേഷ്യ എന്ന് മനസ്സിൽ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്ന ഒരു സിറ്റി ആയിരിക്കും. പക്ഷേ മലേഷ്യ തന്നെ ഒരു സിറ്റി നിന്ന് മാറി ഒരു ഐലൻഡാണ് ലങ്കാവി എന്ന് പറയുന്നത്. അവിടെ ഒരു വില്ലേജ് പോലത്തെ ഏരിയാസ് ഉണ്ട്, മൗണ്ടെയിൻസ് ഉണ്ട്, ബീച്ചസ് ഉണ്ട്. സോ മലേഷ്യ ഓവറോൾ നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾക്ക് വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ യു ആർന്ന് വെച്ചാൽ ചിലപ്പോൾ ചിലവർ വരും ബീച്ച് പേഴ്സൺ ആണ്. പക്ഷേ ഇവിടെ മലേഷ്യ വന്നു കഴിഞ്ഞാൽ ബീച്ചുണ്ട്, മൗണ്ടെയിൻസ് ഉണ്ട്, ഐലൻഡ്സ് ഉണ്ട്, എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഊണ് കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ വൈഫാണ് ഇങ്ങനൊരു മെസ്സേജ് എന്നോട് പറയാം. അവരുടെ കൂട്ടുകാർ വിട്ടുകൊടുത്തു. അങ്ങനെ ഞാൻ അന്ന് തന്നെ അവിടെ വെച്ച് വിളിച്ച് കോൺടാക്റ്റായി. നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ വന്നിട്ട് 5ാമത്തെ ദിവസമാണ് ഇപ്പോൾ ഈ ട്രിപ്പ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കെല്ലാം വളരെ കുറച്ച് ധൃതിയായിപ്പോയി. എന്നാലും ആ സമയത്ത് ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം ചെയ്തു തരാൻ പറ്റിയൊരു നമുക്കും സന്തോഷമുണ്ട്. ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, കാരണം എല്ലാം നിങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് വളരെ വളരെ സന്തോഷം. എനിക്ക് ചെറിയൊരു ഫീവർ പിടിച്ചായിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മളോട് എങ്ങനെയുണ്ട് ലൈക്ക് ഹൗ ഒരു ഫാമിലി എങ്ങനെയാണ് നമ്മളോട് ഇടപെടുന്നത് അതുപോലെയായിരുന്നു. സോ എല്ലാം കൊണ്ട് അടിപൊളി ട്രിപ്പായിരുന്നു. മലേഷ്യ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് ഐ ഹാവ് എവർ വിസിറ്റഡ്. പിന്നെ നമ്മൾ ഓരോ ദിവസവും ഓരോ എക്സ്പ്ലോർ ചെയ്യുന്നതും ഐഷ ആണെങ്കിലും നമ്മുടെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നു. ഇത് ഒരു അടിപൊളി ഒരു ഗൈഡായിരുന്നു നമുക്ക് കിട്ടിയത്. പിന്നെ പ്രത്യേകിച്ച് ഐഷയുടെ അപ്രോച്ച് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ട്രിപ്പ് വൈബ്സിൻ്റെ ആദ്യത്തെ ടൂറിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ഐഷയുടെ ഹസ്ബൻഡായിരുന്നു കോർഡിനേറ്ററായിട്ടുണ്ടായിരുന്നത്. ആൾ നന്നായിട്ട് തന്നെ ആയതുകൊണ്ടാണ് ഞങ്ങൾ സെക്കൻഡ് ട്രിപ്പ് നിങ്ങളുടെ കൂടെ തന്നെ ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായത്. പക്ഷെ അത് പാഴായി പോയിട്ടില്ല. ഫുഡാണെങ്കിലും അക്കോമഡേഷൻ ആണെങ്കിലും നമ്മുടെ ഓരോ സ്ഥലങ്ങളാണെങ്കിലും എല്ലാം സമയത്ത് എത്തിക്കലും അതിൻ്റെ കോർഡിനേഷനും എല്ലാം തന്നെ നല്ലതായിരുന്നു. ഇനിയും ഞങ്ങൾക്ക് ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് വന്നാൽ അറിയിച്ചാൽ വളരെ സന്തോഷം ഞങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും ഇനിയും ഒരു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ട്രിപ്പ് വൈസ് തന്നെ ഇതാവുള്ളൂ. വളരെ നല്ല അനുഭവമാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത ട്രിപ്പ് നമ്മൾ ഐഷയുടെ കൂടെ തന്നെ പോകുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു ടൂർ നമ്മളിനി ലേഡീസ് ഓൺലി ആണെങ്കിലും ഇങ്ങനെയാണെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട്. അടുത്ത ട്രിപ്പുകൾ ഇന്ത്യയിലുള്ളതായാലും വിദേശത്തേക്കുള്ളതായാലും എനിക്ക് ഇനിയും ട്രിപ്പ് വൈസിൻ്റെ കൂടെ തന്നെ പോകണം തന്നെയാണ് ആഗ്രഹം. അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും ട്രിപ്പ് വൈസിന്.